ചെയ്യേണ്ടത് വിളിച്ചു വരുത്തിച്ചു നിക്കാതെ സാമക്കാരിയൊക്കെ ശോഭാനും സാമ ദക്കറുകളിലാം ഒരു നിഫറാറവർക്കടവെക്കെ ഫിഞ്ഞായം പണമു സുഫിയാനദണ്ടും ഉരയായി താരത്തെ നബിയാരി ഗോരി വിട്ടുടനെ തരമാൻ പൂളപ്പെടുകലായി ഉച്ചക്കാഫിർ മുതൽ പാട്ടി പാതിമേരും മുറ്റിത്തീരക്കി നടയായി അരിമണ്ണെ വിസ്വാഹം വരുന്നുണ്ടറിന്തവകൾ അരികണ്ട പേട്ട പടി പോയി ആശ്വാസം തിടവേ പോ ഈ കാണന്ത് പതർ കായകൂലങ്ങൾ ക്ഷണമാ ഇവരെ തേടിപ്പിടിക്കാനിറങ്ങി നമുക്ക് കഴിയുന്ന സംഭവം ചെയ്യാം. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, ജീവിതത്തിൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, നൽകുന്നവരുടെ മുറാദുകൾ അല്ലാഹു നീട്ടി തരട്ടെ. ഇൻഷാ അല്ലാഹ് അവസാന പ്രസംഗമായി തീർക്കും. അത് കൂടുതലൊന്നുമില്ല, 5 മിനിറ്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ. പ്രിയപ്പെട്ട ഹബീബായ നബി സഹാബത്തിന്റെ അടുക്കൽ പോകാനൊന്നുമില്ല, ഇവരെ പിടിച്ചു കെട്ടാൻ കയ്യിലൊന്നുമില്ല. സഹാബത്തിന്റെ കത്തിൽ വെറും 70 ഒട്ടകമുള്ളൂ, 5 കുതിരയുള്ളൂ, അതുപോലെ തന്നെ 313 ആളുകളുണ്ട്. ഇവരെ കൂട്ടിയിട്ടാണ് ഹബീബായ മുത്തുനബി പോകുന്നത് ഈ ഒരു കച്ചവട സംഘത്തിൽ പിടിക്കാൻ. അല്ലാതെ യുദ്ധത്തിനല്ല മുത്തുനബി പിടിക്കണത്. ചിലവരൊക്കെ പറയും യുദ്ധക്കൊതി കൊണ്ടാണ് ഹബീബായ മുത്തുനബിയും പരിശുദ്ധ ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന. ഒരിക്കലും ഇസ്ലാം ഭീകരവാദത്തിന്റെയോ യുദ്ധക്കൊതിയുടെ നിക്കക്കളില്ല. 2 നാട്ടിലും നിൽക്കാൻ ഒരു കോലത്തിലും അയക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ് ഈ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ 2 കൈയും ആകാശത്തോട് അങ്ങോട്ട് ഉയർത്തി എന്നറിയോ അല്ലാഹുമ്മ ഇന്നഹും ഫഹമിലുഹും യാ അല്ലാഹ് ഇന്റെ സ്വഹാബത്ത് അല്ലാഹ് കാലിൽ ചെരുപ്പില്ലാത്തവരാണ് അല്ലാഹ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ് അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് വിശപ്പുള്ളവരാണ് അല്ലാഹ്, ദാഹമുള്ളവരാണ് അല്ലാഹ്, അവരെ ദാഹമകറ്റാനില്ല അല്ലാഹ്, അവർക്ക് ഉരുക്കെടുക്കാനില്ല അല്ലാഹ്, കാലിൽ ചെരുപ്പില്ല അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹ് അവരെ ഏറ്റെടുക്കണം അല്ലാഹ്. ചൂടുള്ള മണൽക്കുടി സ്വഹാബത്തിങ്ങനെ ചെരുപ്പില്ലാതെ നടന്നിട്ട് ചരിത്രത്തിൽ പറയുന്നത് ചെരുപ്പില്ലാത്ത കാലിൽ മണലിങ്ങോട്ട് പൊട്ടിച്ചേർന്നതാണ്. സഹ്യമായ നമുക്ക് അസഹ്യമായ ചൂട് ലോലമായ പാപം വെച്ച് നടന്നു നോക്കണം. സഹിച്ചു ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അല്ലാഹുവേ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയല്ല, ആസ്തി ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്തിനെന്നറിയോ? ബാത്തിൽ പോകണം, പരിശുദ്ധമായ ദീന് വളരണം, സുജൂദ് ചെയ്യാൻ അനുവദിക്കണം, റുക്കൂ ചെയ്യാൻ അനുവദിക്കണം. റുക്കൂവും സുജൂദും ചെയ്യുമ്പോൾ അതിന് സ്വസ്ഥത വേണം. ദീന് ഇവിടെ നിലനിൽക്കണം, സത്യസന്ധതയുടെ ഒരു ലോകം ഇവിടെ ഉണ്ടാവണം. അതിനു വേണ്ടി തിരിച്ചു സഹാബത്ത് അള്ളാന്റെ റസൂലിന്റെ കോടി അള്ളാന്റെ റസൂല് 3 കോടി എടുത്ത് എടുത്ത് കൈ കൊടുക്കുന്നുണ്ട്.
3 കൊടി എടുത്തിട്ട് ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജ അന്നേരം ബദർകൊടി മൂണ്ടെങ്കിടയതിലുണ്ട് അമ്പിയത് വർണ്ണമതാ പിൻരണ്ടും അസ്വദുമാമേ സദതുടൈ കോൾവങ്കും തിരുകരമാലുണ്ടാ തദിനബീതൻ തോടർ മിസ്അബിലീല അവരത് തനെ പിടിച്ചെയ്താറ്റൽവും വിലനിലയാകെ ഇതരവുകാ വാസത്തി പുണ്യറിയാൽ തങ്ങൾക്കും യദരമാമൂണ്ടാം സാധുവിനുമാതി മനുഷ്യരെ ഇടപടവൻ നിണ്ടാര ഗവറിയും പേരും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത കൊല്ലം തൗഫീഖ് ഉണ്ടെങ്കിൽ മുഹർക്ക് തുടങ്ങണം. നമുക്ക് പറയാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നെങ്കിലുള്ളതിനൊക്കെ ഊതി തരണമെന്നുണ്ടെങ്കിൽ പാടും പറയാൻ മുഹർക്ക് തുടങ്ങിയിട്ട് നമുക്ക് മകരിപ്പ് വരെ ക്യാമ്പ് പോലെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാഹിൽ ബദറിൽ നിന്നൊന്നും പറഞ്ഞാൽ തീരില്ല. ഇതൊക്കെ 10-15 ദിവസം ഇരുന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാഹുവേ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ ഹബീബിനെ മഹാനായ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അലിയാ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു കൊടി കൈ കൊടുത്തു. എന്നിട്ട് നയിക്കാൻ പറഞ്ഞു. ഹബീബായ മുത്തനബിയും സ്വഹാബത്തും ബദറിലെത്തി. അതിന് മുമ്പൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റസൂലിന്റെ കൺവെട്ടിച്ചുകൊണ്ട് സ്വഹാബത്തെ കൺവെട്ടിച്ച അബൂ സുഫിയാനും സംഘവും കച്ചവട സംഘം തിരിച്ചു വിട്ടു. വലിയ കച്ചവടം ചെയ്തു. ആ കച്ചവട ലാഭവുമായി മക്കയിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വഹാബത്തും പാർത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ദംദം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറഞ്ഞയക്കുന്ന മക്കയിലേക്ക്. ഇതാ മക്കയിൽ ആതിഖ ബീവിയുടെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം പുലരും. 3 ദിവസം സ്വപ്നം പുലരുമെന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ സ്വപ്നം പുലരുന്ന ആ സമയം ദംദം കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മക്കയിൽ നിന്ന് കച്ചവട സംഘത്തെ പിടിച്ചു വലിക്കാൻ വരുന്നുണ്ട് എന്ന വാർത്തയൊക്കെ അവരോട് പറയുമ്പോൾ ഏറ്റവും വലിയ കൊടിയ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവായ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ മുത്തുനബിയിലേക്ക് ഇളക്കി വിടുക. ആരെയും അബൂജഹൽ എന്നറിയോ? ആരബൂജഹൽ? മറ്റു അമ്പിയാക്കന്മാരുടെ ശത്രുക്കളെ പോലെയല്ല അബൂജഹൽ. അബൂജഹൽ എന്ന് പറഞ്ഞാൽ അതിലെ അക്ബറാണ് അബൂജഹൽ. അടകേരം നബിയാക്കൾക്കുള്ള അബൂജഹൽ കൂകം കൊട്ടാമേ അഹ്മദ് നബി തിരുനാവൻ അക്ബർ താനാമേ. റസൂലിനെതിരെത്തിരുന്ന ഈ അബൂജഹലുണ്ടല്ലോ ഏറ്റവും കൊടിയ ശത്രുവാണ് അല്ലാഹുവിന്റെ റസൂൽ. ഹബീബായ മുത്തുനബിയുടെ സ്വഹാബത്ത് ഞാനും ആ കഅബയിലെത്തി തരികിൽ പോയിട്ട് റഹ്മാൻ സൂറത്ത് ഓതട്ടെ നബിയെ എന്ന് ചോദിച്ച് അവിടെ പോയിരുന്ന ഓതുന്നുണ്ട് സ്വഹാബത്ത്. നബിയെ റഹ്മാൻ സൂറത്ത് ഇറങ്ങിയ സമയത്ത് ഓതുന്ന സമയം ചെകിടത്തടിച്ചു. സ്വഹാബത്തിന്റെ ചെകിടത്തടിച്ചു. രക്തം ഒലിച്ച് അല്ലാഹുവിന്റെ റസൂലിലേക്ക് കയറി വരികയാണ് സ്വഹാബത്ത്. നബിയെ എന്നെ അബൂജഹൽ ആക്രമിച്ചു. നബിയെ പിടിച്ചക്രമിച്ച് അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെ ബുദ്ധിമുട്ടിച്ച മുന്റെ പതനം നടന്നത് ബദറിലാണ്. കുത്തുബത്തിന്റെ പതനം നടന്നത് ബദറിലാണ്. ശൈബത്തിന്റെ പതനം നടന്നത് ബദറിലാണ്. വലീദിനെ പോലെ കിങ്കരന്മാരായ മക്കയിലെ ഏറ്റവും വലിയ യോദ്ധാക്കളാണെന്ന് അവകാശപ്പെടുന്നവർ അല്ലാഹുവിന്റെ റസൂൽ സഹാബ അള്ളാഹ് നമ്മളോട് രണ്ടാണ് കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ കച്ചവട സംഘം, അല്ലെങ്കിൽ യുദ്ധസംഘം. രണ്ടാം സഹാബത്ത് ഇറങ്ങി തിരിച്ചു. സഹാബത്തിനോട് സപ്പോർട്ട് ചോദിച്ചു. യാ റസൂലല്ലാഹ് ഞങ്ങൾ അങ്ങയോട് കൂടെയുണ്ട്.
വലിയ എന്തൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങയോട് കൂടെ ഞങ്ങളോട് ഒരു മല കയറാൻ പറയാണോ, ഞങ്ങൾ ആ മല കയറാൻ തയ്യാറാണ് നബിയെ. നബിയെ ഞങ്ങളോട് പറയാണ് ഏറ്റവും വലിയ ആഴിയിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും നബിയെ. ഞങ്ങൾ മടിച്ചു നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ട് നബിയെ. ഹബീബായ നബിയോട് സ്വഹാബത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി. ഹബീബായ നബി സ്വഹാബത്തും അവിടുന്ന് മക്കയിൽ നിന്ന് മുഹാജിരികളുടെ അനുമതി കിട്ടി. മാത്രമല്ല അവിടുത്തെ അൻസാരികളുടെ അനുമതിക്കായി കാത്തിരുന്ന അൻസാരികളുടെ നേതാവ് അതുകൊണ്ട് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങളെ പ്രതീക്ഷിച്ചോളൂ നബിയെ, ഞങ്ങളും നിങ്ങളെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലും ഞങ്ങളോട് കൂടെ എല്ലാ സപ്പോർട്ടും അൻസാർക്ക് കൊടുത്തു, മുഹാജിർ കൊടുത്തു. അങ്ങനെ ഏറ്റവും വലിയ സംഘടനകളുണ്ടായി. ആ സംഘടനത്തിൽ അല്ലാഹുവിന്റെ മലായികത്തുകൾ വന്നുകൊണ്ട് അവിടെ വലിയ കാവലും അവിടുത്തെ ഏറ്റവും വലിയ പങ്കാളികളായി. അവസാനം പറയട്ടെ, ഹബീബായി ഇവിടെ ചുരുക്കണം, ഹബീബായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹബീബായി മുത്തുനബിയിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ നിങ്ങളിലെ ബദരീങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അവരുടെ നിലയും വിലയും എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞത്, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉന്നതരാണെന്നാണ് പറഞ്ഞത് ഹബീബായ മുസ്തഫ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞെന്തറിയോ, ഞങ്ങളെ മലക്കുകളുടെ കൂട്ടത്തിലും ഏറ്റവും ഉന്നതർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണെന്ന്. അപ്പൊ ലോകത്തിലുള്ള എല്ലാ മഹാരഥന്മാരും ഏതൊരു മുസ്ലിങ്ങളാണ് മഹാരഥന്മാരോ അവരിലൊക്കെ ഉന്നതരാരാണ് അവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ, ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാസീൻ ഓതി ദുആ ചെയ്യുക. ഈ സംഗമത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സംഗമം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അടുത്ത വർഷവും ഒരുപാട് ബദരീങ്ങളെ അനുസ്മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ ഒരു വാക്കിൽ കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അറിവീരേ ബാദരിന്റെ അഹ്ലുകൾ സുഗന്ധാരാൽ അഹ്റബൻ നബി നാമൽ ഖദ് ബുശറായിന അഹ്മദ് യഖൂലു യാ അഹ്ലൽ ബദ്റാ ഉറഫാലേ ഒരു കഴിഞ്ഞുപോയ ദോഷം വരാനിരിക്കുന്ന ദോഷവും മഹാന്മാരായ അസ്ഹാബുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്താണ് കഴിഞ്ഞു പോയ ദോഷം പുറത്തു കൊടുക്കുന്നു, വരാനിരിക്കുന്ന ദോഷം പുറത്തു കൊടുത്തിട്ടുണ്ട്. ഒരു എന്ത് വന്നാലും അവിടെ ഒരുപാട് ചെറുപ്പം ചെയ്യാനുണ്ട്. പിന്നീട് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചുരുക്കം യാസീൻ മുതലാണ് അല്ലാഹു ബദരീങ്ങളെ എല്ലാ